നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. കമ്പനികൾക്ക് ധനസഹായം. കൗണ്ടി വാട്ടർഫോർഡിൽ തീപിടുത്തത്തിൽ നശിച്ച ബിസിനസുകൾക്ക് സർക്കാർ പിന്തുണ. ബിസിനസുകൾക്കായി 7,50,000 യൂറോ സഹായം പ്രഖ്യാപിച്ചു. വംശീയ ആക്രമണം. കൗണ്ടി ഡെറിയിൽ കുടുംബത്തിനു നേരെ വംശീയ ആക്രമണം. വീടിനു നേരെ പ്രതികൾ ചെളിവാരി എറിയുകയും വീട്ടുകാരെ അസഭ്യം പറയുകയും ചെയ്തു. സ്ട്രാത്ഫോയിൽ മേഖലയിലായിരുന്നു സംഭവം. കോടതിയിൽ ഹാജരാക്കി. ഡബ്ലിനിൽ ലഹരി കേസിൽ അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. 48 വയസ്സുള്ള ഗാവിൻ ഗിനാൻ കാഹിൽ, 45 വയസ്സുള്ള റബേക്ക മക്കെൻട്രോ എന്നിവരെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. അയർലൻഡിൽ കിടക്കക്ഷാമം രൂക്ഷമാകുന്നു. വെള്ളിയാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം 422 പേരാണ് ആശുപത്രികളിൽ ട്രോളികളിൽ ചികിത്സയിൽ കഴിയുന്നത്. അയർലൻഡിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ പരിക്കേറ്റത് 1000-ലധികം സൈക്കിൾ യാത്രികർക്ക്. 2020-നും 2025-നും ഇടയിലെ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കൗണ്ടി ഡൊണഗലിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സ്ത്രീയെ വിട്ടയച്ചു. 60 വയസ്സുകാരിയാണ് പോലീസ് വിട്ടയച്ചത്. ഇവർക്കുമേൽ കുറ്റം ചുമത്തിയിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. ഡബ്ലിനിലെ ഹെൻറി സ്ട്രീറ്റിൽ മോഷണത്തിനിടെ ഉണ്ടായ സംഘട്ടനത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. 30 വയസ്സുകാരനാണ് മരിച്ചത്. കൗണ്ടി ടിപ്പറയിൽ വീടുകൾ ഇടിച്ചുപൊളിക്കാൻ ഉത്തരവിട്ട് കൗണ്ടി കൌൺസിൽ. ഒഴിഞ്ഞുകിടക്കുന്നതും നിർമ്മാണം പാതി വഴിയിൽ നിർത്തിവെക്കപ്പെട്ടതുമായ വീടുകളാണ് ഇടിച്ചുപൊളിക്കുക. അയർലൻഡിൽ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. ഈ വർഷം ആദ്യ 4 മാസത്തിനുള്ളിൽ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട 17,900 സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അയർലൻഡിൽ പബ്ബുകൾ വ്യാപകമായി അടച്ചുപൂട്ടുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ രാജ്യത്ത് 2,200-ലധികം പബ്ബുകളാണ് അടച്ചുപൂട്ടിയത്. ചൈനയിൽ നിന്ന് ലഭിച്ച സമ്മാനങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാതെ ട്രംപിന്റെ പ്രതിനിധി സംഘം. ലഭിച്ച സമ്മാനങ്ങളെല്ലാം എയർഫോഴ്സ് 1 എയർക്രാഫ്റ്റിന് സമീപത്തെ മാലിന്യക്കുട്ടയിൽ നിക്ഷേപിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ശക്തമായ സൈനിക നടപടികൾക്ക് ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞ ട്രംപ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി വീണ്ടും ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിൽ. കനത്ത പരാജയത്തിനു പിന്നാലെ സംഘടനാ പുനർനിർമ്മാണത്തിന് ഒരുങ്ങുകയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി. കനത്ത പരാജയം നേരിട്ടെങ്കിലും സംഘടന വീണ്ടും ശക്തമാകുമെന്നും മമതാ ബാനർജി. ഇന്ത്യക്കെതിരായ ഭീകരപ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് തുടരുകയാണെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാകുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. CPM ജില്ലാ സെക്രട്ടേറിയറ്റിനു പിന്നാലെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം. പേരാവൂരിൽ KK ശൈലജയെ മത്സരിപ്പിക്കാതെ പിണറായി തന്നെ മത്സരിക്കണമായിരുന്നുവെന്നാണ് വിമർശനം. തിങ്കളാഴ്ച നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം നൽകിയേക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു. ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയുടെ മരണം ഒഴിവാക്കാമായിരുന്നുവെന്ന് ഡോക്ടറുടെ മൊഴി. മറഡോണയുടെ മരണത്തിൽ മെഡിക്കൽ സംഘത്തിന് പിഴവുണ്ടായെന്ന കേസിലെ വിചാരണയിലാണ് താരത്തെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ മരിയ ഷിറ്റർ കോടതിയിൽ മൊഴി നൽകിയത്. ഞങ്ങൾ പ്രണയത്തിലാണ്. അമേരിക്കൻ ബാസ്കറ്റ്ബോളിലെ പ്രശസ്ത താരങ്ങളായ കൂപ്പർ ഫ്ലാഗും അരിയാന റോബേഴ്സണും തങ്ങൾ പ്രണയത്തിലാണെന്ന വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇരുവരും തങ്ങളുടെ ബന്ധം പരസ്യമാക്കിയത്. ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് അതിശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അയർലൻഡിൽ ചൂട് കൂടും. അയർലൻഡിൽ ചൂട് കൂടുമെന്ന മുന്നറിയിപ്പുമായി മെറ്റേറാൻ. അന്തരീക്ഷ താപനില 25°C വരെ രേഖപ്പെടുത്തും. രാജ്യത്ത് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്നും മെറ്റേറാൻ. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.